ഹായ് കുട്ടീസ്, നമ്മളിന്ന് എക്സൽ വെച്ചിട്ടുള്ളൊരു യൂണിക്കോണിനാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് ഇത്തിരി ഹെവി വെയിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ എന്തെങ്കിലും സാൻഡിലോ മുത്തോ എന്തെങ്കിലും നമുക്ക് ഇതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് പുറത്തേക്ക് വരാതിരിക്കാൻ മാസ്കിൻ ടേപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ട് അരികൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നല്ല നീറ്റാക്കി കൊടുക്കാം. ഒരു ഹാഫ് സർക്കിളിൽ ഇതുപോലെ വെട്ടിയെടുത്ത് ഒരു കടലാസ് റോൾ ചെയ്ത് ഇങ്ങനെ കോൺ പോലെ മടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ യൂണിക്കോണിൻ്റെ കൊമ്പിൻ്റെ ഔട്ട്ഫിറ്റ് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊന്ന് പശ തേച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് ഹോം മെയ്ഡ് ക്ലേ ആണ്. അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലേ വെച്ച് ചെയ്യാം കേട്ടോ. അത് നമ്മൾ ഇതേപോലെ ട്വിസ്റ്റ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഈ ഒരു ഫിഗറിൽ നമുക്ക് ബേസ് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ പശ തേച്ച് നന്നായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ കൊമ്പിൻ്റെ ഡിസൈനാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളിതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം. നമ്മുടെ സീഷെല്ലിൻ്റെയൊക്കെ ഒരു ഡിസൈൻ പോലെയാണ് നമ്മൾ ചുറ്റി കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് യൂണിക്കോണിൻ്റെ ഹെയർസിന് വേണ്ടിയിട്ടുള്ള കളേഴ്സ് എടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ഇഷ്ടമുള്ള കളേഴ്സ് നമുക്ക് ഇതിന് വേണ്ടി ഉപയോഗിക്കാം. റെയിൻബോ കളറിലായിട്ടുണ്ടെങ്കിൽ ഇത്തിരി കൂടി കോമ്പിനേഷൻ ഉണ്ടാവുമല്ലോ. നന്നായിട്ട് അത് ഒട്ടിച്ച് കൊടുത്ത ശേഷം നമുക്കിനി ചെയ്യാനുള്ളത് അതിലേക്ക് വേണ്ട ഫ്ലവേഴ്സും ലീവ്സൊക്കെ ഉണ്ടാക്കലാണ്. അപ്പോൾ ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ജോ വന്നിട്ട് പറഞ്ഞു, ഞാൻ ചെയ്തു തരാം ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ റോസ് ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. കണ്ടപ്പോൾ നല്ല കുഞ്ഞായിട്ട് പെറ്റൽസൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്കിതുപോലുള്ള പർപ്പിൾ കളറിലെയും യെല്ലോ കളറിലെയും പിങ്ക് കളറിലെയും ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അത് ഞാനിങ്ങനെ ഹെയറിൻ്റെ മുകളിലായിട്ട് നന്നായിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടില്ലേ കാണാനായിട്ട്. ഇനി നമുക്ക് ഈ ബാലൻസ് ഒഴിഞ്ഞെടുക്കുന്ന ഭാഗത്തേക്ക് ഇതുപോലുള്ള കുട്ടി കുട്ടി ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതുപോലത്തെ പല കളറിൽ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ലീവ്സാണ്. ലീവ്സിൻ്റെ ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഇതുപോലെ മഴത്തുള്ളി ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ വരച്ചു കൊടുത്താൽ മതി. നല്ല ഭംഗിയായിട്ടുള്ള കുറേ ലീവ്സ് നമുക്ക് വേണം കേട്ടോ. ഇത് മുഴുവൻ നമ്മൾ എന്നിട്ട് ചുറ്റിനും ഒട്ടിച്ചു കൊടുക്കും. ഇപ്പോൾ ടൂൾസ് ഇല്ലെങ്കിൽ ഇതുപോലുള്ള കത്തി ഉപയോഗിച്ചാണെങ്കിൽ നമുക്ക് ചെയ്യാം. പണ്ട് നമ്മൾ കത്തിയും പിന്നും കൈ കിട്ടുന്ന എല്ലാം വെച്ചിട്ടാണ് ഇതുപോലുള്ള ഓരോ ഡിസൈൻസ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ടൂൾസ് വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ ലീവ്സൊക്കെ നമ്മൾ ഒഴിഞ്ഞെടുക്കുന്ന എല്ലാ ഭാഗത്തും ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒന്ന് കളറായിട്ടില്ലേ. അപ്പോൾ ഞാൻ താഴത്തും കൂടി ഇതേപോലെ 2-3 ഫ്ലവേഴ്സ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടടാ. ഇങ്ങനത്തെ ഫ്ലവർ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് സിമ്പിളായിട്ടുള്ള റോസ് ഞാൻ കാണിച്ചു തരാം. നല്ല ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ. നല്ല ക്യൂട്ടുമാണ് കാണാനായിട്ട്. നമ്മൾ പിന്നെ ക്യൂട്ടിപ്പൈ ആണല്ലോ, അപ്പോൾ പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്ലവറാണ്. ഇത് കണ്ടോ, ഈ ഫ്ലവർ ഇങ്ങനെ നമുക്ക് പല കളറിൽ നമ്മളിവിടെ ഒട്ടിച്ച് കൊടുക്കാം. എന്തായാലും ഒരു റെയിൻബോ തീമാണല്ലോ, അപ്പോൾ പിന്നെ നിറച്ചങ്ങ് കൊടുത്തിട്ടുണ്ട്. അവിടെ എക്സലിൽ ഒരു ക്രാക്ക് അത് ഹൈഡാക്കാനായിട്ട് ഞാൻ അങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാം. അപ്പോൾ കണ്ണിൻ്റെ പോർഷനും ഇതേപോലെ ഞാൻ ക്ലേ വെച്ചാണ് ചെയ്ത് കൊടുത്തത്. അത് ഇച്ചിരി ടാസ്ക്കാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വരച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ബ്ലഷ് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ചെയ്ത് നിങ്ങൾക്ക് ആ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.